അധികാരത്തിൽ എത്തുകയാണ്. UDF സർക്കാരിനും നിയുക്ത മുഖ്യമന്ത്രിക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. പക്ഷേ ഒരു കാര്യം മറക്കല്ലേ, തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. വാഗ്ദാനങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ അത് നടപ്പിലാക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്, അഭിപ്രായമുണ്ട്. പ്രധാനമായും ഇവർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം അവരുടെ സമുന്നതമായ നേതാവായിരുന്ന ഇന്ദിരയുടെ പേരിലാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ UDF നേതാക്കൾ പോരാ എന്നുള്ളത് മനസ്സിലാക്കിയാണോ എന്തോ അറിയില്ല, രാഹുൽ ഗാന്ധിയാണ് ഇത് കൂടുതലായി പ്രഖ്യാപിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കത്തില്ല എന്നാർക്കെങ്കിലും ഡൗട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ നടപ്പിലാക്കും. പിന്നീട് എത്രയോ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വന്നാൽ ഇത് നടപ്പിലാക്കും. പ്രധാനമായും എന്തൊക്കെയായിരുന്നു അവ? മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക മന്ത്രാലയം, എല്ലാ യൂണിവേഴ്സിറ്റി കോളേജ് തലങ്ങളിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കും, 50 രൂപയ്ക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ, എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ യുവാക്കൾക്ക് പ്രത്യേകമായിട്ട് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വായ്പ, കൂടാതെ കേരളത്തിലെ KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര. ആ സൗജന്യ യാത്ര എവിടൊക്കെ വേണമെങ്കിലും പോകാമെന്നാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ ബസ്സിൽ കയറി എന്നുകൊണ്ട് നമ്മുടെ പിഷാരടിയും കൂട്ടാളികളും ഒക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കാതിരിക്കല്ലേ. പക്ഷേ UDF ഇപ്പം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുക. നമ്മുടെ അന്തോണി അച്ഛൻ തന്നെ പറഞ്ഞു, മുണ്ട് മുറുക്കി ഉടക്കണം. നമ്മുടെ മുഖ്യമന്ത്രി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കും. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണെങ്കിലും ഞങ്ങളിത് എങ്ങനെയും നടപ്പിലാക്കും എന്ന് പറഞ്ഞ UDFൻ്റെ ആർജവം ഉണ്ടാകണം. കേരളം അത് പ്രതീക്ഷിക്കുകയാണ്. മറക്കല്ലേ. അഡ്വക്കേറ്റ് സതീഷ് T. പത്മനാഭൻ.